അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ തംബ്നെയിലിൽ കണ്ട പോലെ നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്ന ഒരു ലീഫ് മോൾഡ് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ്. ലീഫ് മോൾഡിന് ശരിക്കും ബ്ലാക്ക് ഗോൾഡ് എന്ന് പറയുന്ന ഒരു കറുത്ത പൊന്ന് ഒരു പേരും കൂടെ ഉണ്ട്. അത് വെറുതെ വന്നതല്ല, കാരണം ലീഫ് മോൾഡ് അത്രയും ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള ഒരു സോയിൽ കണ്ടീഷണറാണ്. അത്രയും മണ്ണിന് ഫലഭൂഷ്ടിയാക്കുന്നതും ചെടികൾക്ക് വളരെ ഗുണകരമായിട്ടുള്ള ഒരു വസ്തുവാണ് ലീഫ് മോൾഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. കുറച്ച് കാലതാമസം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. ഒരു 2-3 രീതിയിൽ നമുക്കിത് തയ്യാറാക്കാം. ആ 3 രീതികളും ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്. മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് കുറച്ച് വീട്ടിൽ സ്ഥലപരിമിതി ഉള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതി ഏതാണെന്നുള്ളതിനെ പറ്റിയാണ് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നത്. മറ്റ് 2 രീതികൾ കൂടി ഇതിൻ്റെ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ ഒത്തിരി ലെങ്തി ആക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഈ വീഡിയോ കുറച്ച് വലിച്ചു നീട്ടുന്ന പോലെ നിങ്ങൾക്ക് തോന്നും. വേറൊന്നുമല്ല, ഞാൻ വിശദീകരിച്ചാണ് കാര്യങ്ങൾ സ്റ്റെപ്പായിട്ടാണ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഓവർ വലിച്ചു നീട്ടൽ പോലെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോക്കോളൂ കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ലെങ്കിൽ ഇത് മനസ്സിലാവാൻ ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇന്ന് രാവിലെ മുറ്റമടിച്ച് കഴിഞ്ഞതാണ്. രാവിലെ ഒരു 9 മണിക്ക് ശേഷം ഇപ്പോൾ ഏകദേശം ഒരു 3 മണിയായിട്ടുണ്ട്. ഈ 3 മണിക്കും 9 മണിക്കും ഇടയ്ക്ക് വീണിട്ടുള്ള ഇലകളാണിത്. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് നല്ല കാറ്റുണ്ടായിരുന്നു. ഒന്നാമതേ മാവുകളുടെ ഇപ്പം ഇല കൊഴിയുന്ന സമയമാണ്. അപ്പം അത് കൂടാതെ കാറ്റും കൂടെ കൂടുതലായതുകൊണ്ട് പുതിയ തളിരില കൂടി ഇതിൻ്റെ ഒപ്പം വീണിട്ടുണ്ട്. അപ്പം ഇത് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഒരു 2 കൊട്ട പഴുത്ത ഇലയുണ്ട് മാവിൻ്റെ. അപ്പോൾ ഇതിന്ന് ഒരു നേരത്തെ മാത്രമാണ്. രാവിലെ ഇത്രയും തന്നെ ഇല വാരി മാറ്റിയതിന് ശേഷം വീണ ഇലയാണിത്. ഇന്നിപ്പോൾ ഉച്ച കഴിഞ്ഞപ്പോൾ വരെയുള്ള ഇല. അപ്പോൾ നമ്മൾ ഇത്രയും ക്വാണ്ടിറ്റി ഇല ഒരു ദിവസം വന്നുകൊണ്ടിരുന്നുകൊണ്ടാണ് വീഡിയോ ഇടാൻ വൈകിക്കൊണ്ടിരുന്നത്. കരിയില വീണ് തീർന്നിട്ട് മൊത്തത്തിലുള്ളൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ട് അത് നടക്കില്ല എന്ന് മനസ്സിലായതുകൊണ്ടാണ് ഇന്നിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മുടെ മെയിൻ വസ്തു ഇത് തന്നെയാണ്, ലീഫ് മോൾഡ് ഉണ്ടാക്കാനായിട്ട്. നമുക്ക് ലീഫ് മോൾഡ് ഉണ്ടാക്കാനായിട്ട് കുറച്ച് കാര്യങ്ങൾ ആവശ്യമാണ്. അതിനൊന്ന് ഉണങ്ങിയ ഇല, കരിയില, അതേപോലെ വെള്ളം, പിന്നെ ക്ഷമയാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സാധനം. കാരണം ഇത് നമുക്ക് പെട്ടെന്ന് ലീഫ് മോൾഡ് സ്റ്റേജിലേക്ക് എത്തില്ല. ഒരു മിനിമം 4, 5, 6 മാസം അന്നേരത്തെ ക്ലൈമറ്റിക് കണ്ടീഷനും അന്നേ കാലാവസ്ഥ, അതേപോലെ ഹ്യൂമിഡിറ്റി എല്ലാം, ടെമ്പറേച്ചർ എല്ലാം ബേസ് ചെയ്തിരിക്കും ഇത് പൊടിഞ്ഞു ചേരുന്നതും. എത്രയും പെട്ടെന്ന് എത്രയും താമസിച്ചും ലീഫ് മോൾഡ് ആവാനുള്ള സാധ്യതകളും ടെമ്പറേച്ചർ ബേസ് ചെയ്തിരിക്കും. അപ്പോൾ ഇത് ഒരിക്കലും ഒരു ഷോർട്ട് കട്ടിൽ കൂടെ ഉണ്ടാക്കാൻ പറ്റില്ല. അങ്ങനെ ഉണ്ടാക്കാം, പക്ഷെ അതിൻ്റെതായ ക്വാളിറ്റി കുറവും എല്ലാം ഉണ്ടാവും. ഷോർട്ട് കട്ട്സ് ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഷോർട്ട് കട്ട്സ് ഉണ്ട്. യൂറിയ, നൈട്രജൻ കണ്ടന്റ് ഉള്ള ഫെർട്ടിലൈസേഴ്സ് ഒക്കെ ആഡ് ചെയ്ത്, അതേപോലെ ഇനോക്കുലം ആഡ് ചെയ്തൊക്കെ ലീഫ് മോൾഡ് തയ്യാറാക്കാം. പക്ഷെ അത് ശരിക്കും ഒരു ലീഫ് മോൾഡ് എന്ന് പറയാൻ പറ്റില്ല. ലീഫ് മോൾഡും ലീഫ് കമ്പോസ്റ്റും രണ്ടാണ്. കമ്പോസ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും ബാക്ടീരിയയുടെ ഹെൽപ്പ് കൊണ്ട് അത് ഡീകമ്പോസ് ആയിട്ട് കമ്പോസ്റ്റ് ആവുന്നതിനെയാണ് നമ്മൾ ലീഫ് കമ്പോസ്റ്റ് എന്ന് പറയുന്നത്. ശരിക്കും ലീഫ് മോൾഡ് എന്ന് പറയുന്നതിൻ്റെ അകത്ത് മെയിൻ റോൾ വഹിക്കുന്നത് ഫംഗൈ ആണ്, അതായത് ഫംഗസ്. അത് കാലക്രമേണ ഇരുന്ന് ഫംഗൽ ബാധിച്ച് അത് പൊടിഞ്ഞു ചേർന്ന് ഫോം ചെയ്യുന്നതാണ് ലീഫ് മോൾഡ് എന്ന് പറയുന്നത്. അപ്പോൾ ലീഫ് കമ്പോസ്റ്റും ലീഫ് മോൾഡും തമ്മിലുള്ള ഒരു വ്യത്യാസം അതാണ്. കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ നമുക്ക് എളുപ്പമാണ്. ഇപ്പോൾ ഒരു എയറോബിക് ആണെങ്കിലും അല്ലെ അനഎറോബിക് ആണെങ്കിലും നമുക്ക് ചെയ്യാനായിട്ട് എളുപ്പമാണ്. കാരണം മണ്ണിരേനെ ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇനോക്കുലം ആഡ് ചെയ്തിട്ടായാലും നമുക്ക് പെട്ടെന്ന് അത് ഡീകമ്പോസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ കമ്പോസ്റ്റ് ആക്കുന്നതിലും ഒരുപാട് ക്ഷമയും സമയവും അതുപോലെ ഒരുപാട് ഗുണങ്ങളും കൂടുതലുള്ളൊരു വസ്തുവാണ് ലീഫ് മോൾഡ് എന്ന് പറയുന്നത്. പിന്നെ അതിൽ ഒരു കാര്യം കൂടെ എനിക്ക് ആഡ് ചെയ്യാനുള്ളത്, നമുക്ക് ഷോർട്ട് കട്ടായിട്ട് ഉണ്ടാക്കുന്നതെന്ന് പറയാൻ പറ്റില്ല, നമുക്ക് കുറച്ചുകൂടെ ഒരു എളുപ്പമാക്കി എടുക്കാവുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്
ഇപ്പോ ഇതെല്ലാം കരിയില ഫുള്ളായിട്ട് കിടക്കുന്ന കരിയിലകളാണ്. ഇത് ക്രഷ് ചെയ്തോ എന്തെങ്കിലും ഇപ്പൊ ലോൺ റിമൂവർ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഈ കരിയില സക്ക് ചെയ്യുന്ന മെഷീൻസ് ഒക്കെ ഉണ്ട്, അതിലൊന്ന് ഗ്രൈൻഡ് ചെയ്തൊന്ന് പൊടിച്ച് ഇടുവാണെങ്കിൽ നമ്മുടെ പ്രോസസ്സ് കുറച്ചുകൂടെ ഈസിയാവും. ഒരു 6 മാസം എന്നുള്ളത് ചിലപ്പോൾ ഒരു 4 മാസം കൊണ്ടൊക്കെ നമുക്കത് കംപ്ലീറ്റ് ആയി കിട്ടും ഈ ഒരു പ്രോസസ്സ്. അപ്പോൾ ആ ഒരു ഷോർട്ട് കട്ട് എന്നുള്ള രീതി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് എക്സാക്ട് ലീഫ് മോൾഡ് തന്നെ കിട്ടും. അതിൻ്റെ അകത്ത് വേറെ കൃത്രിമമായിട്ട് നമ്മളൊന്നും ചേർക്കുന്നില്ല. ഒന്ന് ക്രഷ് ചെയ്ത് പ്രോസസ്സ് കുറച്ചുകൂടെ എളുപ്പമാക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ ഫുള്ളായിട്ട് ലീഫ് കിടക്കുമ്പോൾ ഇതെല്ലാം പൊടിഞ്ഞ് ചേരാനായിട്ട് ഒരുപാട് സമയം എടുക്കും. അപ്പോൾ ഇതൊന്ന് ക്രഷ് ചെയ്തിടുക എന്നുള്ളത് നമുക്ക് ചെയ്തു കൊടുക്കാവുന്ന ഒരു ഈസി പ്രോസസ്സാണ്. എളുപ്പം നമുക്ക് ലീഫ് മോൾഡായി കിട്ടും. നമുക്ക് ലീഫ് മോൾഡ് 2 പ്രോസസ്സിലൂടെ നമുക്ക് ചെയ്തെടുക്കാം. 2 അല്ല, ശരിക്കും 3 പ്രോസസ്സിൽ നമുക്ക് ലീഫ് മോൾഡ് തയ്യാറാക്കി എടുക്കാം. അതിലൊരു പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഈ കാണുന്ന രീതിയാണ്. ഡംപ് ചെയ്ത് ഒരു കുന്ന് പോലെ ആക്കിയിട്ട് കൂട്ടിയിടുക. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ദിവസം കരിയില ഡംപ് ചെയ്യുമ്പോൾ ആ കൂട്ടത്തിൽ ഒന്ന് നനച്ചും കൂടെ കൊടുക്കുക. അതായത് ലെയർ ആയിട്ട് ഇന്ന് അടിച്ചു വാരിയിടുന്ന കരിയിലയുടെ മുകളിലേക്ക് നന്നായിട്ടൊന്ന് വെള്ളം തളിച്ചിടുക. നാളെ അടുത്ത ലെയർ കരിയിലിട്ട് കഴിയുമ്പോൾ അതും ഒന്ന് തളിച്ചു കൊടുക്കുക. എപ്പോഴും ഒരു മോയ്സ്ചർ അതിൻ്റെ അകത്ത് മെയിൻറ്റെയിൻ ചെയ്യണം. ഒരു ഈർപ്പം നിലനിർത്തിയാൽ മാത്രമേ ലീഫ് മോൾഡിന്റെ പ്രോസസ്സ് നടക്കുകയുള്ളൂ. അപ്പോൾ അതൊരു രീതി. രണ്ടാമത്തെ രീതി നമുക്കൊരു എന്താ പറയുക, നമ്മൾ റിംഗ് കമ്പോസ്റ്റ് ഒക്കെ ചെയ്യുന്ന പോലെ ഒരു റിംഗ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കമ്പോസ്റ്റിന്റെ ടാങ്കിലോ കരിയില വാരിയിട്ട് നിറച്ചിട്ട് അതും ഇതേപോലെ ഒന്ന് നനച്ച് ആ മോയ്സ്ചർ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രോസസ്സിലൂടെയും ലീഫ് മോൾഡ് തയ്യാറാക്കി എടുക്കാം. മൂന്നാമത്തെ രീതി എന്ന് പറയുന്നത് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന, എല്ലാവർക്കും എളുപ്പത്തിൽ ഒത്തിരി സ്ഥലമൊന്നും ആവശ്യമില്ലാത്ത ഒരു രീതിയാണ്. നമുക്ക് ചാക്കുകളിൽ നിറച്ചിട്ട് ഇതേപോലെ ഒന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ ലൈറ്റായിട്ട് നനച്ച് കൊടുക്കുക. ആ ഒരു ഈർപ്പം മെയിൻറ്റെയിൻ ചെയ്താൽ മതി ചാക്കിൻ്റെ അകത്ത്. ആ ഒരു രീതിക്കകത്തും നമുക്ക് ലീഫ് മോൾഡ് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇതിലിപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ എളുപ്പമുള്ള ഒരു രീതി എന്ന് പറയുന്നതും നമ്മുടെ പരിസരം വൃത്തിയായി കിടക്കുന്നതായിട്ടുള്ള രീതി എന്ന് പറയുന്നത് ചാക്കിൽ നിറച്ച് വയ്ക്കുന്നതാണ്. അപ്പോൾ ഇന്ന് ആ ഒരു രീതിയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. നമുക്കതിന് ആവശ്യമായിട്ടുള്ളത് പഴയ ചാക്കുകൾ ഉണ്ടെങ്കിൽ അത് കളക്ട് ചെയ്യുക. നമുക്ക് എത്ര ചാക്ക് ഉണ്ടോ അത്രയും ചാക്ക് നിറച്ച് ഫില്ല് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് നമ്മൾ കരിയില വാരിയിൽ ഫില്ല് ചെയ്യുക. ഓരോ ലെയർ നിറച്ചതിന് ശേഷവും നമ്മളൊന്ന് വെള്ളം സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിലൊന്ന് നനച്ചു കൊടുക്കുക. അടുത്ത ലെയർ ഫില്ല് ചെയ്ത് കൊടുക്കുക. നമ്മൾ ചാക്ക് ഒരു ഇത് ഇത്ര ആകുമ്പോഴത്തേക്കും നമുക്കൊന്ന് ടൈ ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ടൈ ചെയ്ത് കൊടുക്കാം, ചെട്ടഴിഞ്ഞു പോകാത്ത രീതിയിൽ. നമ്മളിപ്പോൾ ഓൾറെഡി ഇതിനകത്ത് വെള്ളം നനച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം കൂടിപ്പോയാലും വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കൊന്ന് ഹോളൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ അതേപോലെ ഇതിൻ്റെ അകത്ത് നല്ല ഹ്യൂമിഡിറ്റി കീപ്പ് ചെയ്യാനായിട്ടും ഹോൾസ് നല്ലതാണ്. അതുകൊണ്ട് എടുക്കുമ്പോൾ മോശം ചാക്കുകൾ എടുക്കുക, ഇതേപോലെ ഹോൾ ഇടാനുള്ളതാണ്. നമുക്ക് ഈ രീതിക്ക് ഇത് തയ്യാറാക്കാവുന്നതാണ്. നമ്മളപ്പോൾ നമ്മുടെ കരിയില ചാക്കിലാക്കി നനച്ച് ചാക്കിന് ആവശ്യത്തിന് ഹോൾസ് എല്ലാം ഇട്ട് കൊടുത്ത് ഇതേപോലെ ടൈ ചെയ്ത് ഏതെങ്കിലും ഷെയ്ഡുള്ളിടത്ത് വെക്കുക. അപ്പോൾ ഇങ്ങനെ കീപ്പ് ചെയ്തൊരു 2 ആഴ്ച കഴിയുമ്പോൾ ജസ്റ്റ് ഒന്നുകൂടെ കെട്ടഴിക്കുക, കുറച്ചുകൂടെ വെള്ളം തളിച്ച് കൊടുക്കുക, ആ മോയ്സ്ചർ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. അങ്ങനെ ഒരു 2 ആഴ്ചയോ 3 ആഴ്ചയോ കൂടുമ്പോൾ ഒന്ന് അഴിച്ചിട്ട്
മോയ്സ്ചർ ചെക്ക് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അംശം തീരെ ഇല്ലാണ്ടായി പോയി കഴിഞ്ഞാൽ ഡീകമ്പോസിങ് ഭയങ്കര സ്ലോ ആവും. അപ്പോൾ ഇടയ്ക്കൊന്ന് വെള്ളം ലൈറ്റായിട്ടൊന്ന് തളിച്ചു കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. പിന്നെ നമ്മൾ വെറുതെ ഇങ്ങനെ കൂട്ടിയിടുന്ന കാര്യം പറഞ്ഞല്ലോ, കൂട്ടിയിടുന്ന കൂട്ടത്തിലും ഈ പറഞ്ഞ പോലെ വെള്ളം നന്നായിട്ട് തളിച്ചു കൊടുക്കുക. അതിപ്പോൾ ഡെയിലി ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് വെള്ളം നന്നായിട്ട് തളിച്ചു കൊടുക്കുക. ഇതിപ്പോൾ അവസാനം ഇട്ട ഇലകളാണ് ഇങ്ങനെ പഴുത്ത് ഫുള്ളായിട്ട് കിടക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലുള്ളത് ചിലപ്പോൾ മാറ്റി നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ശരിക്കുള്ള ഒരു അവസ്ഥ കാണാൻ പറ്റും. നന്നായിട്ട് ചിലപ്പോൾ പൊടിഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഉൾഭാഗത്തുള്ള ഇലകളെല്ലാം നന്നായിട്ട് ഡീകമ്പോസ് ആയി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 2 മാസത്തെ ഗ്യാപ്പിൻ്റെ ഉള്ളിലാണ് ഈ ഒരു സ്റ്റേജിലേക്ക് എത്തിയിരിക്കുന്നത്. രണ്ടിനെ കളർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. സ്ഥലവും കാര്യങ്ങളും ഒന്നും പ്രശ്നമില്ലാത്തവർക്ക് ഇങ്ങനെ കൂട്ടിയിട്ടിട്ടായാലും നനച്ചു കൊടുത്താൽ മതി. ഇൻഡിവിജ്വൽ ഓരോ ചാക്കിലായിട്ട് ചെയ്യണമെന്നില്ല. സ്ഥലപരിമിതി ഉള്ളവർക്ക് ഞാൻ ആദ്യം കാണിച്ച പോലെ ചാക്കിൻ്റെ അകത്ത് തന്നെ ചെയ്യാവുന്നതാണ്. എവിടെയെങ്കിലും ഒരു സൈഡിൽ ഒതുക്കി വെക്കാം. അത്യാവശ്യം പറമ്പൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇങ്ങനെ നനച്ചിട്ട് കൂട്ടിയിടുന്നതാണ് നല്ലത്. ഇനി ഇതിൻ്റെ മേളിൽ നമുക്കൊരു ഗ്രീൻ നെറ്റോ ഷെയ്ഡ് നെറ്റ് എന്തെങ്കിലും വലിച്ച് കവർ ചെയ്ത് ഇടണമെങ്കിൽ അങ്ങനെ ഇടാം. അല്ലെങ്കിൽ കാറ്റത്ത് ഇതെല്ലാം പറന്നു പോകാനുള്ള സാധ്യത കൂടുതലാണ് ഇങ്ങനെ കൂട്ടിയിടുമ്പോൾ. അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് ഇടുന്നതിലും നല്ലത് നമ്മുടെ ഷെയ്ഡ് നെറ്റ് ഉണ്ടല്ലോ, ഗ്രീൻ നെറ്റ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ഗാർഡനുകളിലൊക്കെ വലിച്ചു കിട്ടുന്നത്. അപ്പോൾ ആ ഗ്രീൻ നെറ്റ് കവർ ചെയ്തിട്ടാലും നല്ല എയർ പാസേജിങ്ങും ഉണ്ടാവും. നന്നായിട്ട് കിടന്ന് ഡീകമ്പോസ് ആയിക്കോളും. ഇത് നമ്മൾ അതേപോലെ ഒരു 3 മാസം മുമ്പ് ചെയ്തു വെച്ചതാണ് ചാക്കിൽ. ഞാനിപ്പോൾ 2 ആഴ്ചയ്ക്ക് മേളിലായി ഇതിപ്പോൾ ഒന്ന് തുറന്ന് നോക്കിയിട്ട് നമുക്കൊന്ന് അഴിച്ചു നോക്കാം. അപ്പോൾ ഇപ്പോൾ 3 മാസം കൊണ്ട് ഏത് സ്റ്റേജ് വരെ എത്തിയിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സ്റ്റേജ് കൂടെ കാണിച്ചു തരുന്നത്. ഇത് കാണാം, ഞാൻ ടൈ ചെയ്ത് വെക്കുമ്പോൾ ഏകദേശം ഇല ഇത്രയും ഉണ്ടായിരുന്നു. ഡീകമ്പോസ് ആയി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ പകുതി ചാക്കോളം ആയിട്ടുണ്ട്. ഇതാണ് നിലവിലത്തെ അവസ്ഥ. ഒരു 3 മാസത്തിന് ശേഷം പ്രോപ്പറായിട്ട് നമ്മൾ ആ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ ഒരു സ്റ്റേജിലേക്ക് എത്തും. ഇത് തന്നെ നന്നായിട്ട് ഇലകൾ പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കാണാം, ഒരു 6 മാസം ആകുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു ഫൈനൽ ഔട്ട്കമ്മിലേക്ക് എത്തും. ഇപ്പോൾ ഒരു 50% ആയിട്ടുണ്ട് ഈ ഒരു ലീഫ് 3 മാസം കൊണ്ട് തന്നെ. അപ്പോൾ നമ്മുടെ ലീഫ് മോൾഡ് തയ്യാറാക്കുന്ന വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോയുടെ അടിയിൽ കമൻ്റായിട്ട് ചോദിക്കാം. ഞാൻ അതിനകത്ത് കമൻ്റായിട്ട് തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി വെച്ചാൽ മതി, ലീഫ് മോൾഡും ലീഫ് കമ്പോസ്റ്റ് എന്ന് പറയുന്നത് രണ്ടാണ്. കമ്പോസ്റ്റ് എന്ന് പറയുന്നതിൻ്റെ അകത്ത് മെയിൻ റോൾ വഹിക്കുന്നത് ബാക്ടീരിയയും ഇതിൻ്റെ അകത്ത് ഫംഗിയാണ്. അപ്പോൾ ലീഫ് മോൾഡ് തയ്യാറാക്കാൻ നമുക്ക് വേണ്ട 4 ഘടകങ്ങൾ എന്ന് പറയുന്നത് മെയിനായിട്ടൊന്ന് കരിയില, രണ്ടാമത് വെള്ളം, മൂന്നാമത് വായു, നാലാമത് സമയം. കുറച്ച് സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാണ് ലീഫ് മോൾഡ് ആവുന്ന ഒരു പ്രോസസ്സ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഓരോ ടെമ്പറേച്ചറിൻ്റെ ഹ്യൂമിഡിറ്റിയുടെ ഒക്കെ വേരിയേഷൻ വെച്ചിട്ട് ചിലപ്പോൾ 6 മാസം കൊണ്ടാവാം, ചിലപ്പോൾ 8 മാസമായിരിക്കും, ചിലപ്പോൾ 1 വർഷം വരെ എടുക്കാം. ഓരോ സ്ഥലത്തെ ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റി എല്ലാം ബേസ് ചെയ്തിരിക്കും ഇതാവുന്നത്. അതേപോലെ ഇതിൽ ആ മോയ്സ്ചർ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം എല്ലാവരും. നനവ് ഇടയ്ക്കിടയ്ക്ക് നനച്ച് കൊടുക്കുക, ചെറിയ രീതിയിൽ തളിച്ചു കൊടുക്കുക. പിന്നെ ചാക്കിൽ ചെയ്യാൻ പറ്റുന്നവർ ചാക്കിൽ ചെയ്യുക. കൂട്ടിയിട്ട് ഡംപ് ചെയ്ത പോലെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ, അതിനുള്ള സ്ഥലവും പറമ്പും ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതിയാവും. അല്ലെങ്കിൽ എപ്പോഴും ചാക്കിൽ തന്നെ ചെയ്യുന്നതാണ്. കുറച്ച് കരിയിലകൾ മാത്രമേ ഉള്ളൂ, ഒത്തിരി ബൾക്കായിട്ട് ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ ചാക്കിൽ തന്നെ ചെയ്യുന്നതാണ് എപ്പോഴും ഉചിതം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനായിട്ടും ഷെയർ ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക. അപ്പോൾ ഹാപ്പി ഗാർഡനിങ്.